പൈസ ഇല്ല എന്നുള്ള രീതി കൊണ്ട് ഒരുപാട് അവഗണന എനിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് സ്കൂളിൽ ഒരു ബുധനാഴ്ച വരരുതെന്ന് പ്രാർത്ഥിച്ചൊരു ദിവസം എനിക്കുണ്ടായിരുന്നു. കാരണം ഡ്രസ്സില്ല, അതുകൊണ്ട് അന്ന് യൂണിഫോം ആവണേന്ന് പ്രാർത്ഥിച്ച ദിവസം ഉണ്ടായിരുന്നു. കരയരുതെന്ന് വിചാരിച്ചു. കുഞ്ഞു പ്രായമായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അന്ന് തന്നെ ഞാൻ ഈ സങ്കടം വന്ന് ഞാനും ചേട്ടനും സൂസൈഡ് ചെയ്യാമെന്നവർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ചക്കുവാണ് നമുക്ക് ജീവിക്കണം, വെറുതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അതിനെയും കൊന്ന് ഞങ്ങളെന്തിനാ ചാവുന്നത്, അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ച് മാക്സിമം പിടിച്ചു നിന്നിട്ടുണ്ട്. ചക്കുവിനൊന്നും പറയാൻ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ അവർക്ക് അറിയത്തില്ല. എന്നാലും ആ കുഞ്ഞു കൈ കൊണ്ട് ഞങ്ങൾക്ക് കണ്ണീരോടെ വെച്ച് തന്നിട്ടുണ്ട്. കരയണ്ട, അത് മാത്രമേ അവർക്ക് പറയാൻ അറിയുള്ളൂ, കരയണ്ട. അന്നപ്പോഴേ ചക്കു പറഞ്ഞു കരയല്ലേ അമ്മ, ബോൾഡായിട്ടിരിക്കണേ. ചക്കു എന്നെക്കാളും ബോൾഡാണ് കേട്ടോ. ചില കാര്യങ്ങളിൽ ഞാൻ ചക്കുവിനെ കണ്ട് പഠിക്കാറുണ്ട്. അവൾ എന്നെക്കാളും ബോൾഡാണ്. എവിടെ കരയണം, എവിടെ ചിരിക്കണം, നമുക്ക് നാണം കെട്ടി ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് ഡ്രസ്സ്, മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ. അങ്ങനെ നാണം കെട്ടി ഞാൻ ചോദിച്ചിട്ടുള്ളുണ്ട്. അന്ന് എനിക്ക് എന്തിനോ തോന്നി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. വീട്ടിൽ ചുമ്മാ ഇരിക്കുകയില്ല, അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഇൻകം കിട്ടുമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷെ അതിലോട്ട് എന്തിടണം, എന്ത് കണ്ടന്റ് ഇടണം ഒന്നും അറിയില്ല. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10 ദിവസം തുടങ്ങി ഇവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ 10 ദിവസം കഴിഞ്ഞിട്ട്, ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ തിരിച്ചു വരത്തില്ലേ, ഇനി പോയി. സൂചിയും നൂലും കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതിൽ കൂടുതൽ വേറെ നല്ലൊരു പേര് ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ 18 വയസ്സിൽ കല്യാണം കഴിച്ചൊരു കുട്ടിയാണ്. എന്നോടൊപ്പം ഉള്ളത് സൂചിയും നൂലും കൂട്ടത്തിൽ ഒരു മുത്തുമണിയും കൂടെയാണ്. നമസ്കാരം. മുത്തുമണി ഞാൻ കുഞ്ഞിനെയാ പറഞ്ഞത് അല്ലേ? ചക്കു ചക്കൂന്നല്ലേ? ചക്കുന് ഭയങ്കര ഫാൻസ് ആണെന്നല്ലേ അമ്മ പറയുന്നത്? അത് പറഞ്ഞു പുള്ളി വീട് പോയി. സ്കൂളിലൊക്കെ അല്ലേ എല്ലാരും തിരക്കും. അപ്പൊ നടന്നു പോകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇവിടെ വിളി വരുന്നു, ചക്കു ചക്കു എന്നൊക്കെ വിളി വരുമെന്ന്. സ്കൂളിലെ ആ പേര് അധികം ആർക്കും അറിയത്തില്ലേ, ചക്കു 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 ചക്കുന്ന്. ഒരൊറ്റ സൂചിയും നൂലും കൊണ്ട് ജീവിതത്തിലെ കരുപിടിപ്പിച്ച വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ള കൃഷ്ണപ്രിയ അല്ലെ? ഇപ്പം 2 വർഷമായതുള്ളൂ തുടങ്ങിയിട്ട്. ശരിക്കും കൃഷ്ണപ്രിയ, നമ്മളൊക്കെയും നമ്മുടെ വീട്ടില് സൂചി നൂല് ഉപയോഗിച്ച് ആകെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വിട്ടുപോയതാണ്. അതും എനിക്കൊക്കെ തീരെ ക്ഷമയില്ലെങ്കിൽ ചിലപ്പം പിന്നെ 2-3 അങ്ങനെ കോർത്ത് വെക്കും. മനസ്സിലായി? അത്രയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോർത്ത് വെക്കും. അപ്പൊ ഇത്രയും ക്ഷമയോടെ എങ്ങനെയാണ് ഇത് ചെയ്തു തുടങ്ങിയത്? ക്ഷമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ കഷ്ടപ്പാടാണ് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഊർജം തരുന്നത്. അതിന് മുന്നേ ഞാൻ വന്ന വഴികളെ കുറിച്ച് പറയണം. ഞാൻ അവിടെ എത്താൻ വേണ്ടിയിട്ട് എടുത്ത ഒരു കാരണം അത് പറയാനാണ് എനിക്ക് ആദ്യം തോന്നുന്നത്. കാരണം എൻ്റെത് ഞാൻ 18 വയസ്സിൽ കല്യാണം കഴിച്ചൊരു കുട്ടിയാണ്. അന്ന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ, കാരണം എൻ്റെ ഒരു എടുത്തുചാട്ടമായിരുന്നു അന്ന്. പിന്നെ നമുക്ക് കല്യാണം കഴിക്കുന്നതാണ് എന്തൊക്കെയോ എന്ന് വിചാരിച്ചൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണ്. അപ്പം അന്നത്തെ 21 വയസ്സുകാരും 18 വയസ്സുകാരും തമ്മിലൊരു ജീവിതം. 21 വയസ്സുള്ളായിരുന്നു അന്ന് ചേട്ടന്. അപ്പൊ അങ്ങനെ ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ വെച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. പക്ഷെ അത് സ്നേഹം പകുതി വരെ നമുക്ക് കൂട്ടിന് കാണത്തുള്ളൂ. പക്ഷെ അതിന് നമ്മളെ കയ്യിൽ പണം വേണം, പൈസ വേണം എന്ന് തോന്നി തുടങ്ങിയ സമയം തൊട്ട് നമുക്ക് കഷ്ടപ്പാട് തോന്നി തുടങ്ങി. അപ്പോൾ ചക്കു ഉടനെ തന്നെ നമുക്ക് വന്നു. ഞാൻ ആ ഒരു 19 വയസ്സിൽ തന്നെ അമ്മയുമായി. അപ്പോൾ എല്ലാം കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടി. അപ്പം എൻ്റെ വീട്ടുകാർ എന്നെ അംഗീകരിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പം 21 വയസ്സുകാരൻ, അപ്പോൾ അവരുടെ വീട്ടുകാർക്ക് ഒരുപാട് സങ്കല്പങ്ങൾ കാണും. അതുകൊണ്ട് എനിക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അംഗീകരിക്കാനും പറ്റില്ല ഞങ്ങളെ. അങ്ങനെ എൻ്റെ വീട്ടുകാർ എന്തായാലും ഞാൻ പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അംഗീകരിച്ചു. എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ചക്കു പ്രസവിച്ച് ചക്കുവിനൊരു പരുവമൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം എല്ലാവരും കൂടെ കൂടുമ്പോഴത്തേക്കും എല്ലാത്തിനും ചിലവ് കൂടും. പിന്നെ എൻ്റെ വീടായിരുന്നാലും ഇനി ആരൊക്കെ വീടായിരുന്നാലും അവിടെ പരസ്പരം സംസാരങ്ങളാവും. അതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് മാറാൻ വിചാരിച്ച് ഞങ്ങൾ സെപ്പറേറ്റ് മാറി. പക്ഷെ അവിടെ നിന്നായിരുന്നു പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഞങ്ങൾക്ക് ഒട്ടും ഫിനാൻഷ്യലി ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞാൻ ജോലിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ജോലിക്ക് ഇറങ്ങാൻ, ചേട്ടന് ജോലി ഉണ്ടായിരുന്നു, സ്വിഗ്ഗിയിലൊക്കെ ഓടും. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുമായിരുന്നു. ഒരു വീട് പുലർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. നൈറ്റ് ആണെങ്കിലും ചുമ്മാ ഇരിക്കാണ്ട് സ്വിഗ്ഗിയിലൊക്കെ ഓടും. എന്നാൽ ഞാനും കൂടെ പോകും. ചക്കുവിനെ അമ്മയുടെ അടുത്താക്കും. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അവളെ നോക്കുന്നത് എൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
നന്നായിട്ട്. അങ്ങനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്വിഗ്ഗിയിലൊക്കെ ഓടാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പോയിട്ടുണ്ട്. ഏറ്റവും റെന്റ് കുറച്ച് നമുക്ക് എവിടെ താമസിക്കാൻ പറ്റും അങ്ങനത്തെ വീട് നോക്കിയാണ് ഞങ്ങൾ അന്ന് താമസിക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു 10 വീടൊക്കെ താമസിച്ചാണ് റെന്റ് നോക്കി. കാരണം കിടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുള്ളൂ ആ വീട് എന്തുകൊണ്ട് റെന്റ് കുറഞ്ഞു എന്നുള്ളത്. കാരണം പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മാറിയ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിക്ക് ജോലി കഴിഞ്ഞൊക്കെ വന്ന് അമ്മയുടെ അടുത്തുനിന്ന് ചക്കുവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ എണീച്ച് കാല് വെക്കുന്നത് ഇത്രത്തോളം വെള്ളത്തിലാണ്. വെള്ളം കയറുന്ന വീടായിരുന്നു. അപ്പോൾ അവർ വെള്ളം കയറുമെന്ന് പറഞ്ഞില്ല നമ്മളോട്, പക്ഷേ റെന്റ് കുറവായതുകൊണ്ട് നമ്മളങ്ങ് മാറി. അതിനകത്ത് ഫുള്ളും വെള്ളമായിരുന്നു. ഞങ്ങളുടെ തുണിയും അടുക്കളയിൽ നിന്നുള്ള പാത്രങ്ങളും മൊത്തം ആ വീട്ടിനകത്ത് ഇങ്ങനെ ഒഴുകി കളിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവസാനമാണ് പിന്നെ ഈ ഒരു 2 വർഷത്തിന് മുന്നെയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. എൻ്റെ അച്ഛൻ എന്നെ വിട്ട് പോയത്. അച്ഛന് ക്യാൻസർ ആയിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിവസം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നു. അച്ഛന് ക്യാൻസർ ആണെന്ന് അറിയണം ആ ഒരു 20 ദിവസത്തിലാണ് ഞങ്ങൾ. അതിന് മുന്നേ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വയറുവേദനയായിട്ട് അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. വയറുവേദനയായിട്ട് ഇങ്ങനെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നു. പിന്നെ എല്ലാ സ്കാനിങ്ങും ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് RCCയിലോട്ട് വിടാൻ പറഞ്ഞു. RCCയിലോട്ട് പോകുമ്പോൾ നമുക്കറിയാമായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഇത് മാത്രമായിരിക്കുമല്ലോ RCCയിലോട്ട് വിടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റൂല, ഇനി ലാസ്റ്റ് സ്റ്റേജാണ്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛനായിരുന്നു എനിക്കെല്ലാം. കാരണം എന്നെ ഓട്ടോ ഓടി ദിവസം കുടിക്കുമായിരുന്നു അച്ഛൻ. പക്ഷെ എന്നാലും ആർക്കും ഒരു ശല്യം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു, നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. മക്കൾക്ക് വേണ്ടി, എനിക്കൊരു ഏട്ടനുണ്ട്, മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു മനുഷ്യൻ. പെട്ടെന്ന് ആൾക്ക് ഇങ്ങനൊരു അസുഖം, അതും ഈ ഒരു അസുഖം ഞാൻ ആ അച്ഛന് വന്നതിന് ശേഷം പറഞ്ഞു, ആ ലോകത്ത് ആർക്കും ഈ ഒരു അസുഖം വരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആ നിമിഷം അവിടെ വെച്ച്. കാരണം എവിടെ കൂടെ ഉയരിടാൻ പറ്റുമോ അവിടെ കൂടെ ഒക്കെ ആ മനുഷ്യന് ഉയറിട്ട് കിടക്കുന്നൊരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ഡോക്ടർ ചേട്ടനോടാണ് പറഞ്ഞത്, അതായത് എൻ്റെ ഹസ്ബൻഡിനോടാണ് പറഞ്ഞത് അച്ഛനെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം എന്നെ മാറ്റി നിർത്തി, ഞാൻ കേൾക്കണ്ടല്ലോ സങ്കടം വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു അങ്ങനെ മാറ്റി നിർത്തണ്ട, അറിയാനുള്ള കാര്യമാണ്. അപ്പോൾ എന്നോടാണ് ഡോക്ടർ നേരിട്ട് പറയുന്നത്, ഇതൊന്നും ചെയ്യാൻ പറ്റൂല, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം പോവും, നമ്മളെ വിട്ട് പോവും എന്നായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് മനസ്സ് വന്നില്ല. എൻ്റെ അമ്മ ഒരു കീറി നൈറ്റിൽ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം ആ ഒരു ഇതിലാണ് എൻ്റെ അമ്മയെ ഞാൻ കാണുന്നത് ആ 20 ദിവസം. അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലോട്ട്, വീട്ടിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. അടുത്തൊരു ഹോസ്പിറ്റലിലോട്ട് 20 ദിവസമെങ്കിൽ ആ 20 ദിവസത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ, കുറച്ച് ദിവസമെങ്കിലും ഞങ്ങൾ കൂടെ വീട്ടിൽ കൊണ്ട് കിടത്താനുള്ള ആ ഒരു അച്ഛൻ്റെ സാഹചര്യത്തിൽ നമുക്ക് വീട്ടിൽ കൊണ്ട് കിടത്താൻ തോന്നിയില്ല. അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവളെ. അപ്പോൾ ഈ അപ്പം അമ്മയില്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റാണ്ടായി എനിക്ക്. ഫുള്ള് ഞാൻ വീട്ടിൽ തന്നെയാണ്, ഇവളെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അമ്മ ഹോസ്പിറ്റലായി, അങ്ങനെയായി. മുത്തശ്ശിയുണ്ട്, മുത്തശ്ശിക്ക് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, മുത്തശ്ശി വീഡിയോയിലൊക്കെ കണ്ടു കാണും. മുത്തശ്ശിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ബുധനാഴ്ച അമ്മ വിളിച്ചോണ്ട് അച്ഛന് ചോറ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കഴിക്കാനൊന്നും പറ്റില്ല, ചോറ് കഴിക്കാൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. കൂട്ടത്തിൽ കോള് വന്നു, ചേട്ടൻ തന്നെയാണ് കോൾ എടുക്കുന്നത്. അച്ഛൻ പോയി എന്ന് പറഞ്ഞു. എന്നോട് പറയുന്നില്ല, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം, നിങ്ങൾ വീട്ടിൽ നിൽക്കി, അവർ ഡിസ്ചാർജൊക്കെ ആയി വരുമെന്നാണ് പറയുന്നത്. ഞാൻ ഡിസ്ചാർജ് ആകുന്ന എന്താണെന്ന് പെട്ടെന്ന്, അല്ല അവർ വരും, നിങ്ങളെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ അമ്മയെ വിളിക്കുന്നു, അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ പോയെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊന്നും, ചിലപ്പോൾ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛന് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്കറിയത്തില്ല. എന്നാൽ അച്ഛൻ പെട്ടെന്ന് പോയി, കാണാൻ പറ്റിയില്ല, ഒരു വാക്ക് അവസാനമായിട്ട് മിണ്ടാൻ പറ്റിയില്ല. അതെനിക്ക് വല്ലാത്തൊരു ട്രോമയായിരുന്നു. എനിക്ക് അതിൽ നിന്നും റിക്കവർ ആവാൻ പറ്റിയില്ല. പക്ഷേ എനിക്കെന്തോ ആ ഒരു ധൈര്യമായി എൻ്റെ അച്ഛൻ തന്നിട്ട് പോയി. എൻ്റെ അച്ഛൻ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അച്ഛൻ്റെ ശരീരം മൊത്തം നനഞ്ഞ് കുളിച്ചിട്ട് അച്ഛനെ ഈ അടക്കാൻ വേണ്ടിയിട്ട് തന്നെ കൊണ്ടുപോകുന്നത്. നല്ല മഴയായിരുന്നു. ഞാൻ ആത്മാക്കളുടെ സന്തോഷമാണ് മഴയെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇനി അച്ഛൻ എനിക്ക് അനുഗ്രഹിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അന്നത്തെ 10ാം ദിവസം, അത് കഴിഞ്ഞ് ചടങ്ങൊക്കെ കഴിഞ്ഞ് 10ാം ദിവസം ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് എൻ്റെ ഫോണിൽ എടുക്കുന്നത്. അതുവരെ യൂട്യൂബ് ഉണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇതില്ലല്ലോ, നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ. അന്ന് എനിക്ക് എന്തിനോ തോന്നി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. വീട്ടിൽ ചുമ്മാ ഇരിക്കുകയില്ല, അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഇൻകം കിട്ടുമെന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷെ അതിലോട്ട് എന്തിടണം, എന്ത് കണ്ടന്റ് ഇടണം ഒന്നും അറിയില്ല. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10 ദിവസം തുടങ്ങി ഇവള് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഈ 10 ദിവസം കഴിഞ്ഞിട്ട്, 1 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ തിരിച്ചു വരത്തില്ല, ഇനി പോയി. 1 വർഷം കഴിഞ്ഞാലും ആ ഒരു സ്ഥാനത്ത് ഇനി ആരെയും കാണാനും പറ്റത്തില്ല, പോയ ആളിനി തിരിച്ചു വരത്തില്ല. അതുകൊണ്ട് 10 ദിവസം അല്ലെങ്കിൽ 1 വർഷമായിരുന്നാലും എനിക്ക് ആ നഷ്ടം തന്നെയാണ്. 10 ദിവസത്തിൽ തുടങ്ങിയതിന് തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന്
10ാമത്തെ ദിവസം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്തിടണമെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഒരു ദിവസം ഞാൻ അമ്മയുടെ പഴയ കീറിയ നൈറ്റിയിൽ അത് പഴം പോലും കണ്ടിക്കാൻ പറ്റാത്തൊരു കത്രികയായിരുന്നു. നല്ലതുപോലെ മുറിച്ച പോലും ഇല്ലാത്തൊരു കത്രിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഇട്ട് കട്ട് ചെയ്ത് ടോപ്പിൻ്റെ ആകൃതിയിൽ എൻ്റെ ഒരു ടോപ്പിൻ്റെ സൈസ് വെച്ച് അളവെടുത്ത് വരച്ചിട്ട് കട്ട് ചെയ്ത് കൈത്തുന്നലിരുന്ന് തുന്നി കുറച്ച് ഗ്ലാസ് വർക്കൊക്കെ ചെയ്തു. എന്തോ അത് പോസ്റ്റ് ചെയ്തപ്പം കുറച്ച് നേരം കൊണ്ട് തന്നെ 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം അത് 1 മില്യൺ അത്രയും ആൾക്കാർ കണ്ടു. അപ്പം എനിക്ക് പെട്ടെന്ന് ഒരു 25,000 സബ്സ്ക്രൈബർ കിട്ടി യൂട്യൂബിൽ തന്നെ. അപ്പം എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചു. അതും അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ ആ റെൻറ്റ് വീട്ടിൽ നിന്ന് മാറി നമ്മുടേതായിട്ട് തന്നെ ഒരു ഒറ്റ റൂം വീട്ടിൽ ചേട്ടൻ്റെതായിട്ടുള്ള വീട്ടിൽ ഒറ്റ റൂമേ ഉള്ളൂ. ആ റൂമിൽ തന്നെയാണ് അടുക്കളയും, ആ റൂമിൽ തന്നെയാണ് ബാത്റൂമും, ആ റൂമിൽ തന്നെയാണ് നമ്മൾ 3 പേരും. ഹസ്ബൻഡിന്റെ വീടായിരുന്നു അത് പഴയ വീടായിരുന്നു. പക്ഷെ നമ്മൾ ആ റൂമിൽ തന്നെയായിരുന്നു, ഒറ്റ റൂമിൽ. നമുക്ക് വാടക കൊടുക്കാൻ പിന്നീട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറി. പക്ഷെ ഒറ്റ റൂമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് മാറിയത്. പക്ഷേ ഇവർ രാത്രി കിടക്കുമ്പോഴത്തേക്ക് ലൈറ്റ് ഇടുമ്പോൾ എനിക്കിരുന്ന് തുന്നാൻ പറ്റില്ല. ഞാൻ രാത്രി ഇരുന്ന് തുന്നും. ക്ഷമയുടെ അങ്ങേയറ്റം ഞാൻ ഇരുന്ന് തുന്നും. ഓരോന്ന് തുന്നി കാരണം പിറ്റേന്ന് എനിക്ക് വീഡിയോ ഇടണമല്ലോ. ഞാൻ എല്ലാ മോഡലും നോക്കി, യൂട്യൂബിൽ നോക്കി, എല്ലാം കട്ടിങ് എങ്ങനെയാണ്, സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കി ഇരുന്ന് തുന്നി. എൻ്റെ കൂടെ ചേട്ടനും ഇരിക്കും. നീ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ലൈറ്റ് ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ചെറിയ ലൈറ്റോ മെഴുകുതിരി വട്ടത്തിലോ ഞങ്ങൾ ഇരുന്ന് തുന്നി കുറേ നേരം ഇരിക്കും. പിന്നെ അങ്ങ് ഉറങ്ങും. പിന്നെ രാവിലെ വീണ്ടും ഇരുന്ന് ചെയ്ത് ആ ഒരൊറ്റ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോന്ന് കൈത്തുന്നലാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം കോർക്കും പോലെ ഞാൻ കോർത്ത ഓരോ ഡ്രസ്സും പിറ്റേന്ന് വീഡിയോ ഇടുന്നത്. അങ്ങനെ ഇട്ടിട്ട് എനിക്ക് നല്ല 1 ലാക്കായി 2 ലാക്കായി. അങ്ങനെയാണ് എനിക്ക് അവിടെ തന്നെ നിന്നാൽ പോരാന്ന് തോന്നി എനിക്ക്. കാരണം എനിക്ക് ഇപ്പം കൈത്തൈലെല്ലാം തച്ചിരുന്നെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് പെട്ടെന്ന് കിട്ടിയേനെ. പക്ഷെ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന് തോന്നി. സ്വന്തമായിട്ടൊരു ബിസിനസ് നമ്മളെ അവിടെ തന്നെ നിൽക്കാൻ തോന്നി കഴിഞ്ഞാൽ ഞാൻ ഇന്നും കൈത്തൈലിൽ കൊടുത്തിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നേനെ. എനിക്ക് റീച്ച് മാത്രം മതി. പക്ഷെ എനിക്കല്ല, പൈസയാണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാക്കി തുടങ്ങി പല ഘട്ടങ്ങളും ഉണ്ടായിരുന്നു. നമ്മൾ പൈസ ഇല്ല എന്നുള്ള രീതി കൊണ്ട് ഒരുപാട് അവഗണന എനിക്കും ചേട്ടനും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര്. അതിപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ളവരെന്തെങ്കിലും നമുക്ക് അറിയാത്തവരായിരുന്നാലും ഒത്തിരി പേരെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പൈസയാണ് എല്ലാമെന്ന് മനസ്സിലാക്കി തുടങ്ങിയ സമയത്താണ് ഞാൻ ബിസിനസ്സിലോട്ടും കൂടെ ഇറങ്ങണമെന്ന് മനസ്സിലായത്. കാരണം ഞാൻ ഈ കൈത്തൈൽ തുന്നുമ്പോൾ തന്നെ എനിക്ക് മിഷനില്ല. അപ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ ആദ്യത്തെ ഇൻകം കയറുന്നത്. അത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് യൂട്യൂബിലൊരു ഇൻകം കയറുന്ന ആദ്യമായിട്ട് കയറുമ്പോഴത്തേക്കും എനിക്ക് മിഷ്യൻ വാങ്ങിക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒരു ചേച്ചിയുടെ വീട്ടിൽ ഇങ്ങനെ പഴയ മിഷ്യൻ കിടപ്പുണ്ടായിരുന്നു. അധികം പഴയതല്ല, എന്നാൽ 3000 രൂപയ്ക്ക് തരാടേന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു. അങ്ങനെ സംസാരിച്ചു. നല്ല ദൂരമുണ്ട്. എൻ്റെ ബ്രദറിൻ്റെ ഓട്ടോയിലാണ് ഞാൻ പോയി ആ മിഷ്യൻ എടുക്കുന്നത്. ചവിട്ടുന്ന മിഷ്യൻ, മോട്ടറൊന്നുമില്ല, ചവിട്ടുന്ന മിഷ്യനിൽ ഞാൻ ആ മിഷ്യൻ മേടിച്ചുകൊണ്ട് വന്നു. ബാക്കി ഒരു 5000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മെറ്റീരിയൽ എടുത്തു, അജ്രക്കിൻ്റെ കോട്ടൺ മെറ്റീരിയലൊക്കെ എടുത്തു. എനിക്ക് നല്ലതുപോലെ തയ്ക്കാൻ അറിയാവോ ഒന്നുപോലും എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഞാൻ ആ സത്യം പറഞ്ഞാൽ മെറ്റീരിയൽ മിഷീനും ഒക്കെ എടുത്ത് വീട്ടിൽ കൊണ്ട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ടോപ്പ് തച്ച് വെട്ടി അത് സെയിലായിട്ടിടണം. സെയിലായിട്ടിടുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഓർഡറായിരുന്നു എനിക്ക് വന്നത്. ഞാൻ എന്ത് ചെയ്യും, ഇത് ഇത്രയും എങ്ങനെ തയ്ക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്രയും അവർ ഹോൾസെയിലായിട്ട് തയ്ക്കുന്നതാണ്. മോഡൽ ഇപ്പം ഞാൻ ചെയ്യും, ഹോൾസെയിലായിട്ട് അവർ ആ സെയിം പാറ്റേൺ തന്നെ തച്ച് തരുമായിരുന്നു കേട്ടോ, എല്ലാ സൈസ് ചാർട്ടിലും. എനിക്ക് നല്ല ഓർഡർ കിട്ടി, ഞാൻ പ്രതീക്ഷിക്കാത്ത ഓർഡർ കിട്ടിയായിരുന്നു കേട്ടോ. അതിൽ നിന്ന് ഞാൻ ഓരോന്നിങ്ങനെ അപ്പം വീട് മാറണമെന്ന് തോന്നി. കാരണം ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും നടക്കൂല. കാരണം ബാത്റൂമും അടുക്കളയും എല്ലാം ഒരു ഇതിലാണ്, ഒരു ഒറ്റ റൂമിലാണ്. അതുകൊണ്ട് മാറി താമസിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ആ ഒരു 7000 രൂപയുടെ വീട്ടിലോട്ട് മാറിയത്. നല്ല സൗകര്യമാണ് ആ ഒരു റേറ്റിന്. കാരണം എനിക്ക് വീഡിയോ എടുക്കാനും സ്റ്റിച്ചിങ്ങിനും എല്ലാത്തിനും കൂടെ നല്ല സൗകര്യമുള്ളൊരു വീടാണത്. ഞാൻ എന്നിട്ടും എന്നെ തിരക്കി വരുന്ന കസ്റ്റമർ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. 5000 രൂപയുള്ളൂ ഒരു കല്യാണത്തിന്. അത്രയും പിന്നെ ഞാൻ മോഡലായിട്ട് തച്ച ഡ്രസ്സുകൾ ഓരോ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരെന്നോട് ചോദിക്കും, മാക്സിമം 2000 രൂപയ്ക്കൊക്കെ ചോദിക്കും എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ കല്യാണം. അപ്പം ഞാൻ പറയാടാ, ഞാൻ ഇങ്ങനെ മോഡലിന് വേണ്ടി തച്ചതാണ്, കുഴപ്പമില്ല, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇന്ന് വരെ തച്ച ഒരു ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല, ഞാൻ കൂട്ടി വെച്ചിട്ടില്ല. ഞാൻ കൊടുക്കും. കാരണം ഡ്രസ്സിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാം. സ്കൂളിൽ ഒരു ബുധനാഴ്ച വരരുതെന്ന് പ്രാർത്ഥിച്ചൊരു ദിവസം എനിക്കുണ്ടായിരുന്നു. കാരണം ഡ്രസ്സില്ല. അതുകൊണ്ട് അന്ന് യൂണിഫോം ആവണേന്ന് പ്രാർത്ഥിച്ച ദിവസം ഉണ്ടായിരുന്നു. കരയരുതെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മളെ വീട്ടിനടുത്ത് ഡ്രസ്സില്ല, ഒരു നല്ല ബാഗില്ല, വീട്ടിൽ ടി വി ഇല്ല, അങ്ങനത്തെ കുറേ കുട്ടിക്കാലമായിരുന്നു എനിക്ക്. ആ അവസ്ഥ എൻ്റെ ചക്കൂന് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഞാൻ
ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഇപ്പം ഞാനായിരുന്നാലും ചക്കുവിൻ്റെ അച്ഛൻ എൻ്റെ ചേട്ടനായിരുന്നാലും അത്രയും കഷ്ടപ്പെടുന്നത് ഇവർക്ക് ആ ഒരു അവസ്ഥ വരരുത്. കാരണം നമ്മളെ രണ്ടുപേരെ കുട്ടിക്കാലം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ മോക്ക് അങ്ങനെ വരരുതെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതച്ഛൻ വരെ പോകും. അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു ഡ്രസ്സില്ലാണ്ട് ഞാൻ ഈ മെറ്റീരിയൽ കട്ട് പീസൊക്കെ ഇട്ട് ചുമ്മാ ഇരിക്കുന്ന കട്ട് പീസൊക്കെ ഞാൻ ഓരോ ഡ്രസ്സ് വെച്ച് ഓരോ കുട്ടികൾക്കും ഗിവ് അവേ ആയിട്ട് അങ്ങനെ കൊടുക്കും. നമുക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ആ ഡ്രസ്സ് ഇടുമ്പോൾ അവർക്ക് ഞാനാണ് തന്നതെന്നുള്ളൊരു ചെറിയൊരു പ്രാർത്ഥന മതി. ചിലപ്പോൾ അതെൻ്റെ ചക്കൂനായിരിക്കും കിട്ടുന്നത്, അത് മതി എനിക്ക്. ഇപ്പം എൻ്റെ ചക്കൂന് തന്നെ ഞാൻ ഒരുപാട് ഡ്രസ്സ് തയ്ക്കുന്നത്, അങ്ങനെയും തയ്ക്കാറില്ല ഞാൻ. ഒരുപാട് ഡ്രസ്സ് അതിനും വേണ്ട, അവൾക്ക് അങ്ങനെ ഡ്രസ്സ് വേണ്ട. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കസ്റ്റമർക്ക് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും. അപ്പം എപ്പോഴും എല്ലാവരും പറയും ചക്കൂന് എന്താ നല്ല നല്ല ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കാത്തത്. അവൾക്ക് അതിനോടും ആഗ്രഹമില്ല. ഇപ്പം എനിക്കിപ്പോൾ അവൾക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും അവൾക്ക് ഇഷ്ടത്തിനൊരു മുട്ടായി എടുക്കാം, റേറ്റ് നോക്കാണ്ട് എടുക്കാം. പക്ഷെ അവൾ അങ്ങനെ എടുക്കൂല, എനിക്കറിയാം, ഉറപ്പുണ്ട്. 200-300 കൂടുതലാണെങ്കിൽ ആ മുട്ടായി അവളോടെ തിരിച്ചു വെക്കും. അവൾ റേറ്റ് അനുസരിച്ച് എടുക്കുകയുള്ളൂ. കാരണം ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് ചക്കുവിന് നല്ലതുപോലെ അറിയാം. എൻ്റെ കൂടെ അന്നും കുഞ്ഞു പ്രായമായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. സത്യം ഞാൻ ഒന്നും അറിയത്തില്ല. അന്ന് തന്നെ ഞാൻ ഈ സങ്കടം വന്ന് ഞാനും ചേട്ടനും സൂസൈഡ് ചെയ്യാമെന്നവർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ചക്കുവാണ് നമുക്ക് ജീവിക്കണം, വെറുതെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ട് അതിനെയും കൊന്ന് ഞങ്ങൾ എന്തിനാ ചാവുന്നത്, അങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ച് മാക്സിമം പിടിച്ചു നിന്നിട്ടുണ്ട്. ചക്കുവിനൊന്നും പറയാൻ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ അവർക്ക് അറിയത്തില്ല. എന്നാലും ആ കുഞ്ഞു കൈ കൊണ്ട് ഞങ്ങൾക്ക് കണ്ണീരോടെ വെച്ച് തന്നിട്ടുണ്ട്. കരയണ്ട, അത് മാത്രമേ അവൾക്ക് പറയാൻ അറിയുള്ളൂ, കരയണ്ട. അങ്ങനെ നിന്നിട്ടുണ്ട് ചക്കു. അതുകൊണ്ട് ഇവിടം വരെ എത്തിയതിൽ ഒരു കടപ്പാട് എൻ്റെ അച്ഛനോടുണ്ട്, എൻ്റെ ചക്കുവിൻ്റെ അച്ഛൻ, എൻ്റെ ചേട്ടൻ ഹസ്ബൻഡിനോടുണ്ട്, ചക്കുവിനോടുണ്ട്, എല്ലാവരോടും ഉണ്ട്. പിന്നെ അവഗണിച്ചവരോ കൂടുതലുണ്ട് കേട്ടോ. കാരണം അവരെ അവഗണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തില്ലായിരുന്നു. നമ്മളെല്ലാവരും കൂടെ പരിഗണിക്കുമ്പോൾ തോന്നും ആ പരിഗണനയിൽ തന്നെ നമുക്ക് പോവാം മുന്നോട്ട്. എല്ലാവരും പരിഗണിക്കുന്നുണ്ടല്ലോ നമ്മളെ, പക്ഷെ അവഗണിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും മുന്നോട്ട് ആണ്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ആരോടും പരാതിയില്ല. ഇപ്പം ആരോടും പരാതിയില്ല, ആരോടും പിണക്കവും ഇല്ല, ഉദ്ദേശമുള്ള ഒരു വ്യക്തിയില്ല എനിക്കിപ്പോൾ. ലൈഫിൻ്റെ 10-18 വയസ്സുള്ള സമയത്ത് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ കുറേ റീൽസൊക്കെ കാണാറുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുതിൽ എൻ്റെയൊക്കെ ചെറുതിലൊക്കെ പറയുന്നത് 18, 19, 20, 21 ആകുമ്പോൾ പെൺപിള്ളേരെ പിടിച്ച് കെട്ടിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും അങ്ങനെ കല്യാണമേ അങ്ങനെ കഴിക്കുന്നില്ല. ഒരു 30 ജോലി, അത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടി ഇപ്പോഴും കല്യാണം കഴിക്കാണ്ട് ഇപ്പം എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ചെറുതിലെ 10-18 വയസ്സായിരുന്നു. ഞങ്ങളൊക്കെ വളർന്ന സ്റ്റേജിൽ ഞങ്ങൾക്ക് ജോലി കിട്ടി, നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. പക്ഷെ പ്രേമവും പ്രണയവും ഒക്കെ ഉണ്ടായി പലരും ഇങ്ങനെ പോകുമ്പോൾ പല ബന്ധങ്ങൾ അവിടെ നിൽക്കാറുണ്ട്. ഇപ്പൊ ഒരേപോലെ കഷ്ടപ്പെടാൻ മനസ്സുള്ള ഒരു ഹസ്ബൻഡും കൂടെ കിട്ടിയതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകും, നമ്മൾ എത്രയെന്ന് പറഞ്ഞാലും പഴിചാരും പരസ്പരം. ഇപ്പൊ നിങ്ങൾ വീട് മാറി എന്നുള്ള കഥയൊക്കെ പറയുമ്പോൾ ഞാനല്ല, ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഞാനും ഇങ്ങനെ ഒരു 5-6 സ്ഥലത്തോടെ ഇങ്ങനെയൊക്കെ തന്നെ കുഞ്ഞ് റെൻറ്റിന് എവിടെ കിട്ടും എന്ന് നോക്കി തന്നെ ജീവിച്ചവരാ. അതിനിടയ്ക്ക് ഈ പേര് കൊച്ചിൻ്റെ പേര് തന്നെ അമ്മൂസ് അല്ലേ പേര് ഇൻസ്റ്റയിലെ. അപ്പം ഈ അമ്മൂസ് എന്നുള്ളത് എന്താണ്? അമ്മൂമ്മയും ഞാനും ചക്കും എല്ലാവരും കൂടെ ആയിട്ടാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പം അമ്മൂമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നെ കുഞ്ഞിലേ തൊട്ട് നോക്കിയത് അമ്മൂമ്മയാണ്. കാരണം അമ്മ ജോലിക്കും വീട്ടു ജോലിക്കും ഈ കയറിടാനൊക്കെ ഉണ്ടല്ലോ പണ്ട്, ആ പ്രായത്തിലേക്ക് അങ്ങനെ പോകുമ്പോൾ എന്നെ നോക്കിയത് മുത്തശ്ശിയാണ്. അപ്പം അമ്മൂമ്മയുടെ കൂടെയാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. എന്നെ ചക്കുവിനെ നോക്കിയതും കൂടുതൽ അമ്മൂമ്മയാണ്. കാരണം അപ്പോഴും അമ്മയ്ക്ക് ജോലിക്ക് പോകണം. അപ്പോൾ ഞാൻ ഈ പ്രായമായ അവരടുത്ത് എന്ത് വിശ്വസിച്ചാൽ, കാരണം അമ്മൂമ്മയ്ക്ക് വയ്യാണ്ടാവും, അങ്ങനെ അവരുടെ എന്ത് വിശ്വസിച്ചാൽ ചക്കുവിനാക്കിയിട്ട് പക്ഷേ പൊന്നുപോലെ നോക്കും. ഞാൻ പറഞ്ഞതുപോലെ നോക്കി കെട്ടിപ്പിടിച്ച് കൊണ്ട് നടന്ന് അങ്ങനെയാണ് നോക്കി. അപ്പം അമ്മൂമ്മയടുത്തുള്ള സ്നേഹം എനിക്ക് അന്നും ഇന്നും എന്നും ഉണ്ടാവും. അമ്മൂമ്മ എന്നെ നോക്കി എൻ്റെ ചക്കുവിനെ നോക്കിയുള്ളൊരു സ്നേഹം. അതുകൊണ്ട് അമ്മൂസ് കൊച്ചുമോളെന്ന് അങ്ങനെ ഇട്ടത്, അമ്മൂമ്മയുടെ കൊച്ചുമോളെന്ന് അങ്ങനെ ഇട്ടത്. പിന്നെ എല്ലാരും എന്നെ അമ്മു ചേച്ചി എന്ന് വിളിച്ച്, എൻ്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ആ പേര് ആർക്കും അങ്ങനെ അധികം അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് സൂചി നൂലും എന്നാണ്. സൂചി നൂലും തന്നെ. അതെ, അതാണ് കൊടുക്കാൻ പറ്റുന്നത് എനിക്ക്. കാരണം സൂചി നൂലും കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതിൽ കൂടുതൽ വേറെ നല്ലൊരു പേര് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് പിന്നെ അതിൽ നന്ദി പറയാനുള്ളത് എനിക്ക് മിഷൻ തന്ന യുഷയുടെ ടീമിനോടാണ്. എനിക്ക് സ്പോൺസർ ചെയ്തതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് മിഷൻ എത്ര റേറ്റ് ഒക്കെ ആയിട്ടുള്ളത്. എന്റെ അതും ഇങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. ഉഷ നമ്മൾ തന്നെ ഇതുപോലെ തന്നെ ഉഷയുടെ ഫസ്റ്റ് അവരിങ്ങനെ ഇപ്പൊ കുട്ടികളെ അത് കണ്ടുപിടിച്ച്
കണ്ടുപിടിച്ചിട്ട് നല്ലൊരു കാര്യം അവരിങ്ങനെ ചെയ്യുന്ന ഫസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ ഒരാൾക്കെങ്കിലും, ഇപ്പം നമ്മൾ ചെയ്യുന്ന പല ഇൻ്റർവ്യൂവിലും പലർക്കും എന്നോട് തന്നെ ആൾക്കാർ വിളിച്ചിട്ട് പറയും, ചേച്ചി ഞങ്ങൾക്ക് വീടില്ല, ചേച്ചി ഞങ്ങൾക്ക് പണമില്ല, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ അസുഖം. അപ്പോഴും എനിക്ക് പേടി അത് ഏറ്റെടുക്കാൻ. കാരണം നമ്മൾ ചെയ്ത് അവർക്കൊരു പ്രതീക്ഷയാണ് ഞാൻ കൊടുക്കുന്നത്. ആ പ്രതീക്ഷ എനിക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം, എന്നെ അത് മെൻ്റലി ബാധിക്കും. പക്ഷെ ഉഷാക്കാർ ഇങ്ങോട്ടൊരു ഓഫർ പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം, അങ്ങനെ ഒരാൾ കിട്ടിയല്ലോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഉഷ വഴി ഞാൻ ഈ ചവിട്ടുന്ന മെഷീൻ ഉഷയായിരുന്നു. മറ്റേ നമ്മൾ ചവിട്ടുന്ന ഞാൻ പറഞ്ഞ കൂട്ടുകാരുടെ ചേച്ചിയുടെ മേടിച്ചത് ഉഷയുടെ ചവിട്ടുന്ന മെഷീനായിരുന്നു. ആ മെഷീനിൽ ഞാൻ കസ്റ്റമർക്ക് തെച്ചു കൊടുക്കും, ഗൗണ് വരെ ഇരുന്ന് തച്ചിട്ടുണ്ട്. കാരണം അത് ചവിട്ടുന്ന മെഷീനാണ്, അധികം നമുക്ക് ആ സ്പീഡ് കാണത്തില്ല. മണിക്കൂറോളം ഇരുന്നാലേ ഒരു ഗൗണോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സോ ഫിനിഷിങ് ആവുള്ളൂ. അത്ര കണ്ടീഷനില്ലാത്ത ഒരു പഴയ മെഷീനല്ലേ. എന്നാലും ഞാൻ അതിരുന്ന് കുത്തിയിരുന്ന് അത് കൈത്തയ്യൽ ഇറക്കാനുള്ള ക്ഷമ ഉണ്ടെങ്കിൽ പിന്നെ മെഷീനിൽ കാലിട്ട് ചവിട്ടാനുള്ള ക്ഷമ എനിക്ക് കിട്ടത്തില്ല. അങ്ങനെ ഇരുന്ന് ചെയ്തിട്ട് ഇത് വീഡിയോ കണ്ടിട്ടാണ് നിബു സാർ എന്നെ ആദ്യമായിട്ട് ഉഷയുടെ ടീമിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. ദൈവം പറഞ്ഞു, ദൈവം ഞാൻ അതിൽ പറഞ്ഞതുപോലെ എന്നെ ദൈവം വിളിച്ചതുപോലെയായിരുന്നു. കാരണം എനിക്ക് നമ്മൾ ആഗ്രഹിക്കൂല ആരെങ്കിലും നമുക്ക് ഇതൊന്ന് മേടിച്ചു തന്നിരുന്നെങ്കിൽ. നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല, ചേട്ടാ എനിക്കൊരു മെഷീൻ മേടിച്ചു തരാമോ, അല്ലെങ്കിൽ നമുക്ക് ഞാൻ മേടിച്ചു തന്നാൽ ഞാൻ പൈസ തരാം പിന്നീട്. നമ്മൾ പറയും EMI, ഇപ്പൊ EMI നമ്മൾ കുറേശ്ശെ തരാം. പണ്ടത്തെ വാക്കതാണ് കുറേശ്ശെ. പക്ഷെ അതിന് സമയത്ത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ഏകദേശം ഒരു 40 രൂപ എത്രയാണ് ആ മെഷീൻ്റെ 25 ആ ഒരു റേറ്റ്. 2 മെഷീൻ തന്നു എനിക്ക്. ഓവർലോക്കും തന്നു, അല്ലാണ്ട് നമ്മൾ അംബ്രല്ല മെഷീൻ തന്നു. ഓവർലോക്ക് തന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൈസ കൊടുത്ത് മേടിക്കാമെന്നാ സാറിനോട് പറഞ്ഞത്. സാറിന് എനിക്ക് പൈസ കുറഞ്ഞ റേറ്റിന് എനിക്ക് ഓവർലോക്ക് കൂടാണ്. കാരണം നല്ല ഇത്രയും ബ്രൈഡലും ഗൗണൊക്കെ ചെയ്യുമ്പോൾ ഓവർലോക്ക് ചെയ്തില്ലെങ്കിൽ ഡ്രസ്സിന് ഫിനിഷിങ് കിട്ടത്തില്ല. ഞാൻ ഓവർലോക്ക് പുറത്താ ചെയ്യാൻ കൊടുക്കുന്നത്. ആ ചേച്ചിക്ക് പൈസ കൊടുത്തിട്ട് ഓവർലോക്ക് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ പൈസ കൊടുത്ത് മേടിക്കാന്നുള്ളൊരു ഇത് ആയപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ പൈസ കൊടുത്ത് മേടിക്കാൻ. എനിക്ക് അതും സാറ് തന്നു. എനിക്ക് അതും തന്നു. എനിക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന 2 മെഷീൻ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അതിലെനിക്ക് പറഞ്ഞു വരുന്ന ഈ അവഗണിച്ചവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്നെ പരിഗണിച്ച കൂട്ടത്തിൽ കുറച്ച് പേരുണ്ട്. ഒരാളാണ് നിബു സാർ, ഉഷയുടെ ടീം, അഭിലാഷ് ഏജൻസി എന്നാണ് എനിക്ക് മിഷൻ തരുന്നത് എറണാകുളത്ത്. അതെ, അവിടെ നിന്ന്. അവരൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അവരാണ് നമ്മളെ ഇവന്റിനൊക്കെ ഒന്ന് വിളിച്ചില്ലേ, അവരൊന്നും ഞാൻ ഒരിക്കലും മറക്കത്തില്ല. എന്തോ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള കിട്ടാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ അല്ല, അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ. കാരണം അവരെ സംബന്ധിച്ച് ഒരാൾക്ക് ഫ്രീ മെഷീൻ കൊടുക്കാന്ന് പറയുന്നത് അവർക്ക് കമ്പനിയുടെ ഒരു ഇതായിരിക്കാം. പക്ഷെ അത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുത്തത് നിങ്ങളുടെ ഉപജീവനമാണ്. നിങ്ങൾ അതും കൊണ്ട് ഇപ്പൊ അവര് തന്ന ഇപ്പം കൊച്ചു തന്നെ പറഞ്ഞ പോലെ ഒരു ഉടുപ്പ് തയ്ച്ച ഒരാൾക്ക് ഗീവ് അവേ കൊടുക്കുമ്പോൾ ഇപ്പൊ തന്നെ അഭിലാഷ് ഏജൻസിയും ഉഷേനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മള് നമ്മുടെ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിലുണ്ടല്ലോ. അത് തന്നെയാണ് ചക്കു അമ്മ പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്. ഞാനും അമ്മ ഇവിടെ കുടുകുടാ കരയുന്നു. ചക്കു ഇതെന്റെ കഥയല്ലോ. ചക്കു ലൈഫിൽ നമുക്ക് എല്ലാവർക്കും സ്ട്രഗിൾ ഉണ്ടാവും. പക്ഷെ അത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ അമ്മ പറഞ്ഞ പോലെ 200 രൂപയുടെ ചോക്ലേറ്റ് 100 രൂപ കൂടുതൽ നമ്മളത് തിരിച്ചു വെക്കണം എന്നുള്ളത് നമ്മുടെ പേരൻസിന് അതില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അവര് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത്. ചക്കുവിന് ഇപ്പം 5ാം ക്ലാസ്സിലല്ലേ, 6ലേക്ക് അമ്മയുടെ ഉടുപ്പ് ഇഷ്ടമാണോ അതോ കടയിൽ പോയി എടുക്കുന്നതാണോ ഇഷ്ടം? അമ്മയുടെ ഉടുപ്പാണ് കൂടുതൽ ഇഷ്ടം. ഡിസൈനൊക്കെ ഇഷ്ടമുണ്ട്. കൊച്ചു സജഷനൊക്കെ പറയാറുണ്ടോ? ചോദിക്കും, ഇങ്ങനെ കൊള്ളാവോ, എങ്ങനെയുണ്ട്, മോശമായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും. കൊച്ചിന്റെ പരിമിതമായ അറിവ് വെച്ച് പറയല്ലേ. അപ്പൊ വീഡിയോ ഒക്കെ ആരാ എടുത്തു കൊടുക്കുന്നത്? ഞാൻ തന്നെ എടുത്തു കൊടുക്കുന്നത്. വീഡിയോ എല്ലാം എടുത്തു കൊടുക്കും. സഹായിക്കും ഞാൻ. ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടൻ മുത്ത എടുക്കും. ഇപ്പൊ പിന്നെ ചക്കു തന്നെയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. കാരണം വെക്കേഷൻ 2 മാസം ഉണ്ടായിരുന്നോണ്ട് വീഡിയോ എല്ലാം പഠിച്ചെടുത്ത്. അമ്മ മടിച്ചാണോ ചില സമയം വീഡിയോ എടുക്കാനും? പടിയൊന്നും സാധനം ഇല്ല. കാരണം വീഡിയോ എടുക്കാൻ വീഡിയോ തയ്ക്കാനല്ല, വീഡിയോ എടുക്കാൻ ഭയങ്കര മടി. ഇത് ഇന്നലെ രാത്രി ഇരുന്ന് തച്ചല്ലേ? രാത്രി ഇരുന്ന് വെച്ചോ ചക്കു. കാരണം അവള് പഴയതിട്ട് അങ്ങനെയല്ല, പഴയത് പുതിയതൊന്നും അങ്ങനെയല്ല. ഡ്രസ്സെല്ലാം നമുക്ക് ഉള്ളത് ഡ്രസ്സ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പുതിയത് തന്നെയാണ്. പക്ഷെ എന്റെ കൂടെ വന്നിരിക്കുമ്പോ അവള് പുതിയതിട്ടിരിക്കട്ടെ എന്നൊരാഗ്രഹത്തിന് ഞാൻ രാത്രി തന്നെ ഇരുന്ന് തച്ചതാണ്. ഈ തുണി നേരത്തെ എടുത്ത് വെച്ചിരുന്നു. മെറ്റീരിയൽ എന്റെ കയ്യിലുണ്ട്. കസ്റ്റമർ പറയുമ്പോ അപ്പൊ തന്നെ അവർക്ക് ഡിസൈൻ മെറ്റീരിയൽസ് അയച്ചു കൊടുത്ത് എന്നാ ഇതിലിങ്ങനെ തച്ചോ, എടാ നിന്റെ ഇഷ്ടത്തിന് തച്ചോ എന്നാ പറയുന്നത്. പക്ഷെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ തുടക്ക സമയത്ത് എന്നെ ഗൗണൊക്കെ ഓർഡറൊക്കെ തന്നിട്ട് അവര് ബൾക്കായിട്ട് ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഞാൻ ഒരു 80 മീറ്ററോളം എടുത്തു. നെറ്റ്
ജോർജറ്റ്, സാറ്റിനൊക്കെ. എന്നിട്ട് അവർ കൺഫേം പറഞ്ഞു, മോഡൽ കൺഫേം എല്ലാം കൺഫേം ആക്കി പറഞ്ഞിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്ത് അഡ്വാൻസ് ചെയ്തില്ല. എൻ്റെ കയ്യിൽ ഈ ഒരു യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഉണ്ട്, ഓർഡറൊക്കെ അത്യാവശ്യം കിട്ടുന്നതുകൊണ്ട് ഞാൻ ആ പൈസ എടുത്തിട്ടാണ് ഇവർക്ക് വേണ്ടി മെറ്റീരിയൽ മേടിച്ചിരുന്നത്. പക്ഷെ അവരെന്നെ നന്നായിട്ട് പറ്റിച്ചു. അവർ ബ്ലോക്ക് ചെയ്ത് എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ അവരെനിക്ക് കോൺടാക്ട് ചെയ്യാനേ പറ്റിയിട്ടില്ല. വേറെ നമ്പറിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഞാൻ അങ്ങനെ ശ്രമിച്ചില്ല. എന്നാ പോട്ടെ, പറ്റിക്കണാണെങ്കിലും അങ്ങനെ പറ്റിച്ചും കുറെ ശീലമായി. അവിടെ നിന്നൊരു തുടക്കമായിരുന്നു. അങ്ങനെയും കുറച്ചു പേരെ മനസ്സിലാക്കാൻ പറ്റി. നമ്മൾ പറ്റിക്കും കേട്ടോ. കുറച്ച് പറ്റിക്കപ്പെടുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, നമ്മൾ ക്ഷമിക്കും. അത് ആ നിമിഷം നമുക്ക് നമ്മുടെ ആ പോയൊരു എമൗണ്ട് ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടു കേട്ടോ, ഇങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ അവരെ പേരോ നമ്പരോ ഒന്നും ഞാൻ മെൻഷൻ ചെയ്തില്ല. ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ എനിക്ക് ആ മെറ്റീരിയൽ ഓർഡർ തന്ന് മെറ്റീരിയൽ ഫുള്ള് തീർന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത് കുറേ പേര് ഓർഡർ ചെയ്യടാ, എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷേ തൻ്റെ വിഷമം കണ്ടിട്ട് ഞാൻ ഓർഡർ ആക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എനിക്ക് എന്നെ വിശ്വസിച്ച് ഇപ്പോൾ ഉള്ള കുറച്ച് പേര് ഇപ്പം പറ്റിക്കണല്ലോ കേട്ടോ. തുടക്ക സമയത്ത് നമ്മൾ അറിഞ്ഞൂടല്ലോ, അപ്പോൾ പറ്റിക്കാൻ എളുപ്പമാണ് നമ്മളെ. ഞാനും അങ്ങ് വീഴും. ഇപ്പോഴാണെങ്കിൽ ഞാൻ പറയും, ഓർഡർ ആണല്ലോ പെട്ടെന്ന്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ എടുക്കാം, ബാക്കി ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഫുൾ മോഡലായിട്ട് അയച്ചു തരുമ്പം മാഡം എനിക്ക് പൈസ തന്നാൽ മതി എന്നൊക്കെ ഞാൻ ഇപ്പോൾ പറയും. മെറ്റീരിയലിൻ്റെ എമൗണ്ട് ഞാൻ ഫുള്ള് മേടിക്കും. കാരണം മെറ്റീരിയലെങ്കിലും എൻ്റെ കയ്യിൽ ഇരിക്കുമല്ലോ, പറ്റിച്ചിട്ട് പോലും. പക്ഷെ എന്നെ കുറേ പേര് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണമുണ്ട്. ഫുള്ള് പൈസ ഇട്ടേരും. ഇപ്പം 5000-ൻ്റെ സാധനമാണെങ്കിൽ 5000 ഇട്ട് വന്നിട്ട് പറയും നീ തച്ചോടാ, എന്നിട്ട് നിന്റെ ഇഷ്ടത്തിനുള്ള മോഡൽ ഇട്ടോ, നിന്റെ ഇഷ്ടത്തിനുള്ള വർക്ക് ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് തരും. അത് എനിക്ക് അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഈ പണത്തേക്കാൾ ഉപരി നമ്മുടെ ഐഡിയോളജി ഉപയോഗിക്കാൻ പറയുമ്പോൾ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആകാൻ പറ്റും. മറ്റേത് നമ്മൾ കുറച്ച് ടെൻഷൻ ആണല്ലോ എപ്പോഴും. അതായത് അവർ പറയുന്ന പാറ്റേൺ തയ്ക്കണം, നമുക്കൊരു ടെൻഷൻ ഉണ്ടല്ലോ. ഇതിൽ ടെൻഷൻ ഫ്രീ ആണല്ലോ. അന്നപ്പോഴേ ചക്കു പറഞ്ഞ് കരയല്ലേ അമ്മ, ബോൾഡായിട്ടിരിക്കണേ. ചക്കു എന്നെക്കാളും ബോൾഡാണ് കേട്ടോ. ചില കാര്യങ്ങളിൽ ഞാൻ ചക്കുവിനെ കണ്ട് പഠിക്കാറുണ്ട്. അവൾ എന്നെക്കാളും ബോൾഡാണ്. എവിടെ കരയണം, എവിടെ ചിരിക്കണം. ഇപ്പം എന്നെ ഇപ്പം അന്ന് തള്ളി പറഞ്ഞവരെ ഇന്ന് കണ്ടാലും ഞാൻ മിണ്ടു ഓടിപ്പോയി. പക്ഷെ ചക്കുവിനെ അവരെ മനസ്സിലായി മാറി നിൽക്കും ചക്കു. പക്ഷെ ഞാൻ പോയി മിണ്ടും. ഞാൻ സത്യം പറഞ്ഞാൽ മണ്ടനാണ്, പല കാര്യങ്ങൾക്കും മണ്ടനാണ്. പക്ഷെ എനിക്ക് ആരോടും പിണക്കം വെക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും നമ്മൾ എന്തിനാ അവരോടൊക്കെ പിണങ്ങുന്നതെന്ന്. പക്ഷെ കുഞ്ഞിലേക്ക് നമ്മൾ ഒരുപാട് പിണങ്ങിയിട്ടുണ്ട്, കുറെ പേരോട് വഴക്കൂടിയിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആരോടും. ഇന്നലെ ഞാനൊരു എഴുത്ത് വായിച്ചതാണ്. ഓരോരുത്തരെ പിണങ്ങുന്നതിനെ കുറിച്ച് അവർ പറയുന്നത്, അവരുടെ ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചപ്പം അവർ ആ സ്വഭാവമാണ്, അവർ മാറില്ല. അതായത് അവരുടെ ചെരുപ്പിട്ട് ആലോചിക്കാൻ തുടങ്ങി. അതിൽ പിന്നെ എനിക്ക് മനസ്സമാധാനം കൂടുതലാണ്. ഒരു എഴുത്ത് ഞാൻ ഇന്നലെ വായിച്ചു. എനിക്ക് ഭയങ്കര ശരിയാണ്. നമ്മളൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു വഴക്കോ പിണക്കോത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അവരും ലൈഫിൽ മുന്നോട്ട് പോവാനുള്ളവരാണ്. അമ്മേനെ ഉപദേശിച്ചോ കരയരുതെന്ന്? അമ്മ അങ്ങനെ കരയുന്ന ആളാണോ? എപ്പോഴും കരയും, എവിടെ നിന്നാലും കരയും. പെട്ടെന്ന് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ടായിരിക്കാം, ഞാൻ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നെ അന്നൊക്കെ എല്ലാവരും കുത്തി നോവിച്ചിട്ടുള്ളത്. ഇപ്പോഴും എനിക്ക് അവരോടും പരാതിയില്ല. അവർ കുത്തി നോവിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ ഒരു നിലയിലെത്തി. അല്ലെങ്കിൽ വലിയ നിലയെന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ എന്തൊക്കെയോ നേടി, ലക്ഷ്യങ്ങളെ സമ്പാദ്യം ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പാവപ്പെട്ടവരെയും കൂടെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നും എന്നോട് ഹോസ്പിറ്റലിലാണ് പോകണം ചേച്ചി, അച്ഛന് വയ്യ. പെട്ടെന്ന് അച്ഛനൊക്കെ വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ സഹായിക്കും. ജെന്യൂനാണ്. പക്ഷെ എനിക്ക് അയച്ചു തരും കേട്ടോ, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അയച്ചു തരും. അത്ര അത്യാവശ്യം ആയതുകൊണ്ടാണ് ചേച്ചി. എൻ്റെ ഉള്ളത് 2000 ആയിരുന്നാലും 3000 ആയിരുന്നാലും ഞാൻ അയച്ചു കൊടുക്കും. അവർക്ക് ഒരു ജീവനല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അയച്ചു കൊടുക്കും. എനിക്കിപ്പോൾ ഡ്രസ്സായിരുന്നാലും നമുക്ക് നാണം കെട്ടി ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് ഡ്രസ്സ്, മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ. അങ്ങനെ നാണം കെട്ടി ഞാൻ ചോദിച്ചിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നവരെല്ലാവരും ഞാൻ നാണക്കേട് പെട്ടെന്ന് ഒരു രണ്ടാമത് ചോദിക്കേണ്ടി വരരുത്. ഞാൻ അപ്പം തന്നെ അഡ്രസ്സ് ചോദിച്ചിട്ട് എൻ്റെ അന്നേരത്ത് ഞാൻ എന്തൊക്കെയാണ് പെട്ടെന്ന് എനിക്ക് ഡ്രസ്സ് എൻ്റെ സൈസിന് സ്റ്റൈൽ ചെയ്ത് ഒന്ന് കാണിച്ചിട്ടേ മറ്റുള്ള കസ്റ്റമർക്ക് അളവ് എടുക്കുകയുള്ളൂ സൈസ് ചാർട്ടിന്. കാരണം എല്ലാം തച്ച് വെച്ചിട്ട് ഓർഡർ എടുക്കുന്ന ആളല്ല. ഓർഡർ ഇപ്പം ഞാൻ ഈ ഒരു ഫ്രോക്ക് തച്ചിട്ട് ഈ മോഡൽ ഇടുകയാണെങ്കിൽ ഇതിനൊരു ഓർഡർ വരും സ്മോൾ സൈസിന്. അത് മാത്രമേ ഞാൻ തയ്ക്കത്തുള്ളൂ. ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം അന്ന് എനിക്ക് അത്രത്തോളം ഞാൻ ഓർഡർ എടുക്കുമായിരുന്നു. പക്ഷെ എനിക്ക് സത്യം പറയാല്ല, എനിക്ക് അതിൽ നിന്ന് അത്രയൊന്നും ലാഭം കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഈ സ്റ്റിച്ച് ചെയ്യണ ചേച്ചിക്ക് ഒരു പങ്ക് കൊടുക്കണം, മെറ്റീരിയൽ എടുക്കണ ഒരു പങ്ക് കൊടുക്കണം, ഈ ഷിപ്പിംഗ് ചാർജ് വരെ ഞാൻ ഫ്രീ ആയിട്ട് മേടിച്ചത് എനിക്ക് അറിയത്തില്ല. ഈ 599 സാധനത്തില് മെറ്റീരിയൽ വിത്ത് ലൈനിങ്, ഈ സ്റ്റിച്ചിങ് കോസ്റ്റ്, ഷിപ്പിംഗ് കോസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഞാൻ ഈ റേറ്റ് ഇടുന്നത്. മെറ്റീരിയൽ ഞാൻ ഹോൾസെയിലായിട്ട് ഇവിടെ എറണാകുളത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് കൊല്ലത്ത് അങ്ങനെയൊക്കെ പോയി എടുക്കും. മെറ്റീരിയൽ ഹോൾസെയിൽ ആണെങ്കിൽ കൂടി അത്രയും ലൈനിങ് ഇട്ട് തയ്ക്കുന്ന സാധനം ഈ ചേച്ചി തച്ച് തരും. പിന്നെ അവർക്കുള്ള എമൗണ്ട്
ഷിപ്പിംഗ് എമൗണ്ട് ഒന്നും കിട്ടിയിട്ട് എനിക്ക് തിരിച്ച് റൗണ്ട് ചെയ്ത് എനിക്ക് വീണ്ടും മെറ്റീരിയൽ എടുക്കാനുള്ള പൈസ മാത്രമേ അതിൽ നിന്ന് കിട്ടണുള്ളൂ. അതിൽ നിന്ന് ഒരു പൊടി ലാഭം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ബ്രൈഡൽ വർക്ക് എനിക്ക് കൂടുതൽ. ഞാൻ ഹാൻഡ് വർക്ക് പഠിച്ചത് നമ്മളെ യൂണിക് ഡിസൈൻ എന്ന് പറയുന്ന അതുവഴി ഞാൻ ഹാൻഡ് വർക്ക് പഠിച്ചു. ഓൺലൈനായിട്ട് തന്നെ പഠിച്ചെടുത്തു. അതൊക്കെയാണ് ഞാനിതൊക്കെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് എനിക്ക് 2 മാസം കൊണ്ട് ഞാൻ മാക്സിമം അത് എഫോർട്ട് ചെയ്തിരുന്ന് പഠിച്ചു. കാരണം അതിന് നമുക്ക് ഒറ്റൊരാൾക്ക് തച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. ഒറ്റ എമൗണ്ട് 100 പേർക്ക് തച്ചു കൊടുത്ത് നമുക്ക് ഒന്നും കിട്ടാത്തതും എന്നാൽ ഒരാൾക്ക് തച്ചു കൊടുത്ത് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുന്ന ആ ഒരു ഇതെനിക്ക് മനസ്സിലായി. ബ്രൈഡൽ കസ്റ്റമർ ആണെന്നാൽ മതി. എൻ്റെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ല ചേച്ചി, 3500 ഉണ്ട് അല്ലെങ്കിൽ 5000 രൂപ ഉണ്ട്. അതിന് നല്ല മെറ്റീരിയൽ എടുത്ത് ഇതിൽ അഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു റേറ്റിനുള്ള സിമ്പിൾ വർക്കും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത് വിട്ട് അവരെ ആ ഒരു മൊമെന്റ് ഗ്രാൻഡ് ആക്കുക.